എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ഇന്നൊരു മൺഡേ ആണ് കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് നേരെ ഓടി വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് 6:20 ഈവനിങ്ങിൽ ഷോയ്ക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം റഷ് അവറാണ്, ഓഫീസൊക്കെ വിട്ട സമയമല്ലേ. ഇപ്പോൾ റഷ് അവർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. കാരണം ഞങ്ങളുടെ വീടിനടുത്തുള്ള തിയേറ്ററിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരത്തുള്ളൊരു തിയേറ്ററിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ഒരു സിനിമയ്ക്ക് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസമായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അതിൻ്റെ നെഗറ്റീവ് കമൻസും പിന്നെ പല കോൺട്രവേഴ്സീസൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ട്. നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ടുള്ളൊരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്തായാലും ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഞങ്ങൾ എന്തായാലും പോയി കാണാൻ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് പോവാം. നമ്മൾ എല്ലാവരും റെഡിയായി. ചേച്ചി സ്കൂളിൽ കഴിഞ്ഞിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് നിൽക്കുക അല്ലേ. നമ്മൾ പെട്ടെന്ന് റെഡിയായിട്ട് പോവാം. Order TD81. മോളാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് അപ്പം തന്നെ കുളിച്ച് റെഡിയായിട്ട് പോവുകയാണ്. അപ്പം അവൾക്ക് സ്കൂൾ വിട്ട് വന്നിട്ടൊന്നും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് ഒരു റാപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മക്ഡൊണാൾഡ്സിൽ പോയിട്ട് റാപ്പ് മേടിക്കണം. പിന്നെ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഓഫീസിൽ നിന്ന് വന്ന പാടായിരുന്നു. അപ്പം ഞാനും ഒരു കോഫി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മക്ഡൊണാൾഡ്സിലാണ് ആദ്യം പോണത്. What the rap? Yeah, see? എക്സൈറ്റഡ് ആണോ സിനിമ കാണാൻ? എന്താ എക്സൈറ്റ്മെന്റ് പോയതാണോ അതോ നമ്മൾ എമ്പുരാൻ നമ്മള് ലൂസിഫർ കാണാൻ പോയപ്പോ ഓർമ്മയുണ്ടോ? ഒന്നും ഇല്ലാണ്ട് പോയി കണ്ടാണ്. ലൂസിഫർ ഫസ്റ്റ് ഡേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? ഈ കോൺട്രവേഴ്സി ഒക്കെ കേട്ടതിന് ശേഷമല്ലേ ഒരു കോൺട്രവേഴ്സി സിനിമയല്ലേ? അതെ, സിനിമയായിട്ട് എടുക്കണം എന്നേ. പക്ഷെ ഒരു സങ്കടം, ഒരു സിനിമേനെ ഇത്രയും വധിക്കണോ? എന്തായാലും പോയി കണ്ടു നോക്കിയിട്ട് പറയാം. നമ്മളിവിടെ വന്നിട്ടേ ഇല്ലല്ലോ. നമ്മളിവിടെ ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ? ആ ശരിയാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തിയേറ്ററിൽ വരുന്നത്. ഞങ്ങൾ സാധാരണ മലയാളം സിനിമ കാണാനായിട്ട് യോഗ് സിനിമാസിലും ഇവിടെ വുഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു തിയേറ്ററുണ്ട്. അവിടെ രണ്ടും ആണ് മാറിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങളിനി ഈ തിയേറ്ററിൽ മാത്രമേ വരുള്ളൂ എന്നുള്ള അവസ്ഥയായി. കാരണം നല്ല നീറ്റുമായിരുന്നു, അതുപോലെ തന്നെ റിക്ലൈനറായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. അത് ഭയങ്കര നല്ല സുഖമായിട്ടിരുന്നിട്ട് കിടന്നിട്ട് ഞങ്ങൾ സിനിമ കണ്ടു. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ എന്ത് സിനിമ വന്നു കഴിഞ്ഞാലും ഇനി ഈ ഒരു തിയേറ്ററിലേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളങ്ങനെ സിനിമ കണ്ട് ഇറങ്ങി. എന്താണ് ഏട്ടാ അഭിപ്രായം? പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിനെ കാട്ടി ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് വേറെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ അല്ല. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അതെ, എനിക്ക് അധികം ഈ മാസ് പടങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു രക്ഷയില്ല. എന്ത് രസത്തിലാണ് അവർ എടുത്തേക്കണേ. ഡയറക്ഷൻ ഒന്നും പറയാനില്ല. ആൾക്കാർ എന്തിനാണ് ഈ സിനിമേനെ ഇത്രയും നശിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. എന്ത് കാരണത്തോടാണ് ഇങ്ങനെ പറയണതെന്ന് എനിക്ക് ഒരു പിടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
കുറേ സ്ഥലങ്ങളിൽ ഗൂസ് ബംസ് വരുന്ന സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല. ലൂസിഫർ കണ്ടിട്ട് ഇതേപോലെ പറഞ്ഞു. പക്ഷെ എനിക്ക് ലൂസിഫറിനെ കാട്ടി ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയണം. പക്ഷെ അത് വേറൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്, ഇത് വേറെ ടൈപ്പാണ്. ഒരു പ്രതീക്ഷ, കാരണം ഭയങ്കര ചിലപ്പം നമ്മൾ ഭയങ്കര ഹൈപ്പോട് കൂടി തന്നെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പിന്നെ ഈ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയതാണ്. എന്തായാലും ഒരുപാട് ഭയങ്കര പ്രതീക്ഷയോടെ കാണണം എന്ന് വിചാരിച്ചൊരു സാധനം കാണാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ്. പക്ഷെ ഭയങ്കര നഷ്ടമായി. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. അതെ, ഇത്രയും ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ എടുത്തിട്ട് എന്തിനാണ് അതിനെ ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൃഥ്വിരാജ് ആക്ടിങ്ങിനെക്കാട്ടും കൂടുതൽ ഡയറക്ഷനിലാണ് കോൺസെൻട്രേറ്റ്. സത്യം ഈ ബോളിവുഡിലൊക്കെ പോയിട്ട്. അതെ. അവസാനത്തെ ഫൈറ്റ് സീനൊക്കെ കുറച്ച് ലെങ്തി ആയി പോയോന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ എന്നാലും ഓക്കെയാണ്, ഒരു രക്ഷയില്ലാണ്ട് പിന്നെ പറയാനായിട്ട്. പിന്നെ ഇത് മോഹൻലാലിനെ ഒതുക്കി എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ടാണ് മോഹൻലാലിനെ ഒതുക്കി എന്നൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് പൃഥ്വിരാജായിരിക്കും. എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് തോന്നുന്നു പലർക്കും പല ടേസ്റ്റ് അല്ലേ, ചിലവർക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ആൾക്കാര് ഭയങ്കര മാസ് പ്രതീക്ഷ പോയിട്ട്. അതന്നെ, ഒന്നാമത് ലൂസിഫറിൽ കുറെ പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ പഞ്ച് ഡയലോഗ്സ് ഒന്നും ഇതിനകത്തില്ല. കാരണം ക്ലൈമാക്സ് ആക്ച്വലി പറയുന്നത് തേർഡിലോട്ടുള്ളതാണ്. ക്ലൈമാക്സ് കണ്ടാൽ മനസ്സിലാവും ഇനി എന്താണ് തേർഡ് വരാൻ പോണേന്ന്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു മൂവി കാണാനായിട്ട്. അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവണില്ല എന്തിനാണ് ഈ മൂവി ഇത്രയും നെഗറ്റീവ് റിവ്യൂ ഏറ്റുവാങ്ങേണ്ടി വന്നത്, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് ആരും പോയി കാണാണ്ടിരിക്കരുത്. അത്രയും നല്ലൊരു ക്ലാസ് പടം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിനടുത്ത് എത്താനായി. അപ്പം ഞാൻ വിചാരിച്ചു ഡിന്നർ ഇനി വീട്ടിൽ പോയിട്ടൊന്നും കുക്ക് ചെയ്യലൊന്നും നടക്കില്ല, അപ്പം എന്തെങ്കിലും വെളിയിൽ നിന്ന് കഴിക്കാമെന്ന്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓസ്മോസിലെ ഷവർമയാണ് കേട്ടോ വാങ്ങിക്കണേ. ഇവിടെ ഉള്ളവർക്ക് ഓസ്മോസിൽ ഷവർമ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസാണ്.